ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 20 ഞായർ, സ്ലീഹാകാലത്തിൻ്റെ 7-ാം ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ: ഒന്നാം വായന നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും, രണ്ടാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും, ലേഖനം 1 കൊറിന്തോസ് 16-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും, സുവിശേഷം ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുമാണ്. ഈ 4 വായനകളിലൂടെ നമുക്ക് എളുപ്പം ഒരു യാത്ര നടത്താൻ ശ്രമിക്കാം. ചിലപ്പോഴൊക്കെ ഞാൻ ബ്ലസ് 364-ൽ ഒത്തിരി കഷ്ണങ്ങൾ ഇങ്ങനെ പെറുക്കി വെക്കും. 5 കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞൊക്കെ, ചിലപ്പോൾ 4 കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞൊക്കെ പറയും. ഇന്ന് അതിന് മുതിരുന്നില്ല. ഇന്ന് അതിനുള്ള സാധ്യതയുള്ള ഭാഗമാണ്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ 5-ാം അധ്യായത്തിലൊക്കെ ദുരിതം എണ്ണുന്നുണ്ട് കർത്താവ്. ഇതിന് ദുരിതം, ഇവന്മാർക്ക് ദുരിതം എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ആ ഓരോ ദുരിതവും വെച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് പഠനത്തിനുള്ള സാധ്യതയുണ്ട്. ആരെങ്കിലും ആഗ്രഹിക്കുന്നത് വായിച്ചാൽ മതി. യെശയ്യാ പ്രവാചകൻ 2-ാം വായന യെശയ്യാ പ്രവാചകൻ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ 14-ാം വാക്യം വരെയാണ് വായിക്കുന്നതെങ്കിൽ അത് മുഴുവൻ വായിച്ചാൽ, 14 പോലെ 8 മുതൽ 20 വരെയാണ് വായിക്കുന്നതെങ്കിൽ മുഴുവൻ വായിച്ചാൽ നമുക്കൊരു 10 ദുരിതം എണ്ണിയെടുക്കാൻ പറ്റും. നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗത്തെ 6-7 ദുരിതം വരുന്നു. അപ്പം അത് കുറേ ഡീറ്റെയിൽഡ് ടോക്കിനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷേ ഇന്ന് ഞാനൊരു ചെറിയ വിഷയത്തിലേക്ക്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി കരുതപ്പെടേണ്ട നമ്മുടെ അടിസ്ഥാന സ്വഭാവത്തിൽ 2 കാര്യങ്ങൾ, അതിലൊന്നായ ഒരു വിഷയം നമുക്കിന്ന് ഈ 4 വായനകളിലൂടെ പഠിക്കാൻ ശ്രമിക്കാം. സുവിശേഷത്തിൽ നിന്ന് ആരംഭിക്കാം. സുവിശേഷം എടുക്കാം. ലൂക്കാ സുവിശേഷം. ബൈബിൾ എടുക്കണേ. കുറച്ചു കാലമായി നമ്മൾ മുഖാഭിമുഖം കണ്ടിട്ട്, കുറച്ചു കാലമായിട്ട് നമ്മൾ ഓഡിയോയിലൂടെയാണ് ബ്ലസ് 364-ഉം അപ്പോൾ രാവിലത്തെ ദ 5:30 ബ്ലെസ്സിങ്ങും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 5:30 ബ്ലെസ്സിങ് കൂടാത്തവർ ഒന്ന് കൂടി നോക്കണം. കുറേ അധികം പേര് അത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല കാര്യമാണത്, ദൈവാനുഗ്രഹമാണ്. അത് ഓഡിയോയിൽ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ കുറച്ചു കാലം കൂടി ചെയ്യുന്നതേ ഉള്ളൂ. ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇടുങ്ങിയ വാതിലാണ്. അവിടെ 2-3 വാക്യങ്ങൾ ഞാൻ പറയുന്നത് അടയാളപ്പെടുത്തി വെച്ചേക്ക്. 24-ാമത്തെ വാക്യം, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുകയും. അതിന് മുമ്പ്, തൊട്ട് മുമ്പ് 2 വരികൾ മേളിൽ കിടപ്പുണ്ട്. കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. ഇപ്പം രക്ഷയാണ് ഇവിടുത്തെ മെയിൻ വിഷയം. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷയ്ക്കുള്ള ഉത്തരം പറയുകയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുകയും. എന്നിട്ട് 27-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം നോക്കിയേ, അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അപ്പോൾ ഇത്രയും കാര്യം തലയിൽ കയറട്ടെ. ഇന്നത്തെ ഈ ഞായറാഴ്ച പ്രസംഗം ഇങ്ങനെയൊന്ന് കേട്ട് മനസ്സിലാക്കി നോക്കിക്കേ. രക്ഷ, സാൽവേഷനാണ് ടോപ്പിക്. മെയിൻ ടോപ്പിക്ക് നമ്മൾ മാറിപ്പോകണ്ട. ശരിക്കും ഈ വിഷയം കിടക്കുന്നത് രക്ഷയാണ്, സാൽവേഷൻ. അപ്പം രക്ഷയ്ക്ക് എന്ത് ചെയ്യണം? ഇടുങ്ങിയ വാതിലിലൂടെ കയറണം. ഇടുങ്ങിയ വാതിലിലൂടെ കയറാതിരിക്കുന്നതിന് പറയുന്നതാണ് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിൽ നിന്ന് അകന്ന്. അനീതി പ്രവർത്തി ഇപ്പം 2 ഓപ്ഷനാണ്. ഒന്ന്, ഇടുങ്ങിയ വാതിലിലൂടെ കയറുക. അത് കയറുന്നില്ലെങ്കിൽ അടുത്ത് സംഭവിക്കുന്നത് നീ അനീതി പ്രവർത്തിക്കുന്നവരുടെ ഗണത്തിൽ എണ്ണപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ ഇടുങ്ങിയ വാതിൽ? ഇടുങ്ങിയ വാതിലിനെ കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ. ഒന്ന്, ജെറുസലേമിലെ ദേവാലയത്തിലെ ഒരു വാതിലായിട്ട് പറയുന്നുണ്ട്. ഇടുങ്ങിയ വാതിൽ, ഒരു ചെറിയ വഴി എന്ന് പറയുന്നു. സൂചിക്കുഴ എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെയാണെന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. സൂചിക്കുഴ എന്ന് പറയുന്നത് ഒരു ചെറിയ വാതിലാണ്. സൂചിക്കുഴയിലൂടെ ഒട്ടകം പ്രവേശിക്കില്ല എന്നൊക്കെ പറയുന്ന ആ സാധനങ്ങളെല്ലാം അങ്ങനെ. സ്റ്റിൽ നമുക്ക് സാധാരണ രീതിയിൽ വ്യാഖ്യാനിച്ചു പോയാൽ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്ന് വെച്ചാൽ എന്താ? നിനക്കുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാലാണ് ഇടുങ്ങിയ വാതിലിലൂടെ കയറാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളതിന് ഏത് വാക്കായിട്ട് എടുക്കാം? പങ്കുവെപ്പാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധമാണ്. സഹോദരങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനം, പങ്കുവെക്കൽ, ചാരിറ്റി, ഇതെല്ലാം ഇതിനകത്ത് വരുത്താം നമുക്ക്. ഇടുങ്ങിയ വാതിൽ. കാരണം വെച്ചാൽ മറ്റേ ഭാഗം കറക്റ്റാണ്. 26-ാമത്തെ വാക്യം നോക്കുകയും, നിങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടാ, വാതിൽ അടച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ 26-ാം വാക്യം, അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ദൈവത്തോടുള്ള ബന്ധം വലിയ കുഴപ്പമില്ലാതെ കൊണ്ട് നടന്നു. ദൈവവുമായുള്ള ബന്ധത്തിൽ ഹി ഓർ ഷീ വാസ് റാദർ ഓക്കെ. പക്ഷെ എന്നിട്ടും ഈ ഇടുങ്ങിയ വാതിലിൽ കടക്കാതെ പോയതിൻ്റെ കാരണം ഈ സഹോദര ബന്ധം, പ്രത്യേകിച്ച് കാരുണ്യം, പങ്കുവെക്കൽ നടന്നിട്ടില്ല. ഞാൻ ഈ പറയുന്നത്
ഒരു രീതിയിൽ നമ്മൾ ഈ 4 വായനകളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരല്പം എഫേർട്ട് എടുക്കണം നിങ്ങളും. ഇത്രയും ഓർത്താൽ മതി. 2-3 കീ വേർഡ്സിൽ നിൽക്കുക. രക്ഷയാണ് കീ വേർഡ്. രക്ഷ പ്രാപിക്കണോ എന്ത് ചെയ്യണം? ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കണം. ഇടുങ്ങിയ വാതിൽ എന്താണ്? പങ്കുവെച്ച് നമ്മളെ തന്നെ ചെറുതാക്കി നമ്മൾ കടക്കുകയാണ് ഇടുങ്ങിയ വാതിലൂടെ. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെ പങ്കുവെക്കുന്നില്ലെങ്കിൽ, വാട്ട് യു ആർ ഡൂയിങ് ഈസ് ഇൻജസ്റ്റിസ്, അനീതി പ്രവർത്തിക്കുന്നവരെ. ഇത്രയാണ്, ഒറ്റ ഓർഡറിൽ അത്രയും കിട്ടി. ഇനി നമുക്ക് 1-ാം വായനയിലേക്ക് പോകാം. 1-ാം വായനയിൽ നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഉടമ്പടിയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എൻ്റെ വാക്കുകൾ കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയാണ്. അപ്പം എന്താണ് ഈ ഉടമ്പടി? ഉടമ്പടി എന്താണെന്ന് 13-ാമത്തെ വാക്യത്തിൽ കൃത്യം കിടപ്പുണ്ട്. 13-ാമത്തെ വാക്യം, തൻ്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു, നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 കൽപ്പനകളാണവ. അപ്പം എന്താണ് ഈ ഉടമ്പടി? ഉടമ്പടി, കവനന്റ് എന്ന് പറയുന്നത്, കവനന്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബീഡിയൻസ്, അനുസരണമാണ്. എന്താണ് അനുസരിക്കേണ്ടത്? 10 കൽപ്പനകൾ. 10 കൽപ്പനകളുടെ അനുസരണമാണ് കർത്താവുമായുള്ള ഉടമ്പടി. അപ്പോൾ 10 കൽപ്പനകളുടെ പ്രത്യേകത എന്താ? ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവവുമായുള്ള ബന്ധവും പിന്നത്തെ 7 സഹോദരങ്ങളുമായുള്ള ബന്ധവുമാണ്. ഇത് പാലിക്കണം. ഇത് രണ്ടും, ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ബന്ധത്തിൽ വിശുദ്ധി പാലിക്കാൻ സാധിക്കണം. അതിൽ നമുക്ക് കൃത്യതയോടെ പാലിക്കാൻ സാധിക്കണം. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നേ. 2-ാം വായന, യെശയ്യാ പ്രവാചകൻ 5-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് ഈ സാഹോദര്യത്തെ ഖണ്ഡിക്കുന്നവന്, കൂട്ടായ്മയെ തകർക്കാൻ ശ്രമിക്കുന്നവന്, പങ്കുവെക്കാൻ മനസ്സില്ലാത്തവന് ദുരിതം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് യെശയ്യാ 5:1 വാക്യം. അത് കൃത്യം, അത് പറഞ്ഞത് ഇഷ്ടം പോലെ ഉണ്ട്. അത് മാത്രം എടുത്ത് നമുക്ക് ഇന്ന് ആ ഒറ്റ ചരടിനെ കണ്ടെത്താം, ത്രെഡ് കണ്ടെത്താം. യെശയ്യാ 5:8. പറ്റുന്നവർ ബൈബിൾ എടുത്ത് എൻ്റെ കൂടെ ഒരുമിച്ച് വായിച്ചു. സുന്ദരമാണ് ആ വാക്യം. ഇതിലും നന്നായിട്ട് കർത്താവിന് ഈ ആശയം നമുക്ക് പറഞ്ഞു തരാനാകില്ല. അത്രയും ഭംഗിയായിട്ട് കർത്താവ് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത്, വയലോട് വയൽ ചേർത്ത്, അതിൻ്റെ മധ്യത്തിൽ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം. മറ്റൊരാൾക്കിടമില്ലാത്ത വിധം വീടോട് വീട് ചേർത്ത്, വയലോട് വയൽ ചേർത്ത് തനിച്ച് ജീവിക്കുന്നവന് ദുരിതം. അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല, അത് അനീതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തോട് ബന്ധം, 2 സഹോദരങ്ങളോട് ബന്ധം, അതാണ് ഉടമ്പടി. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഉടമ്പടി. ദൈവയുടെ ഉടമ്പടി ലംഘിക്കുന്നവന് ദുരിതം. ആ ദുരിതമാണ് സുവിശേഷം നമ്മൾ കാണുന്നത്. അനീതി പ്രവർത്തിക്കുന്നവരെ എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് പുറത്താക്കി കളയുന്നത്. ആദിമസഭ ഇത് കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ലേഖനം എടുത്തേ 1 കൊറിന്തോസ് 16-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന പേരാണ് വിശുദ്ധരെന്നാണ് ക്രിസ്ത്യാനികളെ മാമോദിസ സ്വീകരിച്ചവരെ പൗലോസ്ലീഹ അഭിസംബോധന ചെയ്ത്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുണ്യവാന്മാരുടെ ഐക്യം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളുടെ ഐക്യം. അപ്പൊ ഈ വിശുദ്ധരെ എന്ന് അഭിസംബോധന ചെയ്യുന്ന പൗലോസ്ലീഹയുടെ ശൈലി. ഇനി ഇത് വായിച്ചേ, 16-ാം അധ്യായം, ഇന്നത്തെ ലേഖനം 1 കൊറിന്തോസ് 16-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഇന്ന് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെങ്കിലും നിങ്ങൾ വായിച്ചാൽ ഈ പറഞ്ഞ സാധനം കൃത്യമായിട്ട് കിട്ടും. എന്താ അത്? ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെ പറ്റി പ്രതിപാദിക്കാം. വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവന എന്ന് വെച്ചാൽ എന്താ? ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ സംഭാവന നൽകുന്നത്. ഗലാത്യയിലെ സഭകളോട് നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെക്കണം. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറുസലേമിലേക്ക് അയച്ചുകൊള്ളാം. ഞാൻ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവരോടൊപ്പം പോരട്ടെ. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വത്ത് പങ്കുവെച്ചു കൊടുക്കുന്ന, സമ്പാദ്യം പങ്കുവെക്കുന്ന ശൈലി, വിശുദ്ധർക്ക് വേണ്ടിയുള്ള പിരിവ്, സംഭാവന. നമ്മുടെ ഈ പിരിവും സംഭാവനകളൊക്കെ കാണുമ്പോൾ ഓർത്തേക്കരുത് ഇത് ഈ അച്ഛന്മാരുടെ കണ്ടുപിടുത്തമാണെന്ന്. അല്ല, പൗലോസ്ലീഹ അന്നേ തുടങ്ങിയതാണിത്. പൗലോസ്ലീഹ അന്നേ ചെയ്തു ഇത്.
വെച്ചാൽ അത് ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന സ്വഭാവമാണ്. ദൈവാരാധകന്റെ സ്വഭാവമാണ്. ദൈവത്തെ ആരാധിക്കുന്നവൻ ആ ആരാധനയുടെ ഗുണം പങ്കുവെപ്പിൽ കാണിക്കണം. അതാണ് ഇടുങ്ങിയ വാതിൽ. ആ ഇടുങ്ങിയ വാതിലൂടെ കയറാതെ വരുമ്പോൾ അത് അനീതിയാകും. എങ്ങനെ അനീതിയാകുന്നത്? അത് ഉടമ്പടിയുടെ ലംഘനമാണ്. അത് ഉടമ്പടി ലംഘനമാകുന്നത് ഉടമ്പടി കൽപ്പനകളുടെ പാലനമാണ്. കൽപ്പന എന്താണ്? ദൈവത്തോടും സഹോദരനോടുള്ള ബന്ധമാണ്. ആ ബന്ധം ലംഘിക്കപ്പെടുമ്പോൾ അത് അനീതിയായി ഭവിക്കുന്നു. നോക്കിക്കേ, ഈ ഒരൊറ്റ ആശയത്തിൽ നമുക്ക് ഈ 4 വായനകളെ ഇങ്ങനെ കൂട്ടിയിണക്കി വെക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ പരിശുദ്ധ കുർബാന, നമ്മൾ ആഘോഷമായി അർപ്പിക്കുന്ന ഈ പരിശുദ്ധ കുർബാന നമ്മളെ നിർബന്ധിക്കണം. എന്ത്? ഉള്ളതിൻ്റെ പങ്ക്. ഉണ്ടായിട്ട് പങ്കുവെക്കാൻ നിൽക്കരുത്. ഉണ്ടായിട്ട് പങ്കുവെക്കാൻ ആർക്കും കഴിയില്ല. എല്ലാവരുടെയും പരാതി അതാ, ഇല്ലല്ലോ, ഉണ്ടാകട്ടെ, ആകുന്ന കാലത്ത് കൊടുക്കാം ആർക്കെങ്കിലും ഒക്കെ. ആകുന്ന കാലത്ത് കൊടുക്കാനിരുന്നാൽ ഒരിക്കലും ആകില്ല കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉള്ളതിൻ്റെ പങ്ക് മറ്റുള്ളവരോട് പങ്കുവെക്കണം. ആ പങ്കുവെപ്പാണ് നിന്റെ മുമ്പിലുള്ള ഇടുങ്ങിയ വാതിൽ. ആ ഇടുങ്ങിയ വാതിൽ കടക്കുമ്പോഴാണ് നീ രക്ഷ പ്രാപിക്കുന്നതെന്ന് തിരിച്ചറിയണം. ഈ 4 വായനകൾ വീണ്ടും വായിക്കുക, ഈ ധ്യാനം മനസ്സിലാക്കുക. രക്ഷ, ഇടുങ്ങിയ വാതിൽ, അനീതി, ഉടമ്പടി, സഹോദരനുമായുള്ള ബന്ധം, മറ്റാർക്കും വസിക്കാൻ കഴിയാത്ത വിധം, ഇടം കൊടുക്കാത്ത വിധം ഒറ്റയ്ക്ക് ജീവിക്കുന്നവന് ദുരിതം, വിശുദ്ധർക്കു വേണ്ടിയുള്ള പിരിവ് പൗലോസ്ലീഹ നടത്തുന്നത്, ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നിർബന്ധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തട്ടെ. എന്തിന്? ഉള്ളതിൻ്റെ പങ്ക് മറ്റുള്ളവന് നൽകിക്കൊണ്ട് എൻ്റെ ദൈവവിശ്വാസത്തെ പ്രാക്ടീസ് ആക്കാൻ, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിയട്ടെ എന്ന് കർത്താവിനോട് കൃപ ചോദിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായി ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവാരാധകരുടെ ഗണത്തിൽ എണ്ണപ്പെടാൻ കൃപ ലഭിച്ച ഞങ്ങൾ ദൈവാരാധനയുടെ മെച്ചത്തെ പങ്കുവെപ്പിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.